ഹാരിയേഴ്സ് ബയോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ് ആന്റിബയോട്ടിക്കിനെ കുറിച്ച്. അപ്പോൾ ഈ ഒരു ചോദ്യം നോക്കടാ, വാട്ട് ആർ ദ യൂസ് ഓഫ് ആന്റിബയോട്ടിക്. അപ്പോൾ ആന്റിബയോട്ടിക് എന്താ എൻ്റെ മക്കൾക്ക് കൃത്യമായി മനസ്സിലാക്കണം. ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മരുന്ന്, മെഡിസിൻ ആണ്. ഇത് ഏത് രോഗകാരികൾക്കെതിരെ മാത്രം യൂസ് ചെയ്യുന്നതാണ്? ബാക്ടീരിയ രോഗങ്ങൾക്കെതിരെ. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, എക്സാമിൽ ഇങ്ങനെ ചോദിക്കും, എല്ലാ രോഗങ്ങൾക്കും ആന്റിബയോട്ടിക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങൾക്കെതിരെ മാത്രമാണ് എന്ത് പറ്റുക? ആന്റിബയോട്ടിക് പറ്റുക. ഇനി ഇതിൻ്റെ ചോദിക്കുക, ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ ചോദിക്കും. ആന്റിബയോട്ടിക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാൻ സൈഡ് എഫക്റ്റ് ഉണ്ടോ? ഉണ്ട്. റെഗുലർ യൂസ്, നമ്മൾ എപ്പോഴും ആന്റിബയോട്ടിക് കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു, ആന്റിബയോട്ടിക് എന്ന മെഡിസിൻ ആണ് അവൈലബിൾ. ബാക്ടീരിയ ഡിസീസ്, ബാക്ടീരിയ രോഗങ്ങൾക്കെതിരെയാണ് നമ്മൾ എന്താവുക? ആന്റിബയോട്ടിക് കഴിക്കുക. റെഗുലർ യൂസ് നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു 4 പഠിച്ചു പോവുക. ഒന്നാണ് നമുക്ക് ഡയേറിയ, വയറിളക്കം ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റൊമക്ക് പെയിൻ, വയറുവേദന ഉണ്ടാവും, അലർജി ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മളെ കിഡ്നി, ലിവറൊക്കെ എന്താവും? ഡാമേജ് ആവും, അടിച്ചു പോകും. നമ്മളെ വൃക്കയും കരളും അടിച്ചു പോകും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഉപകാരികളായ ഒരുപാട് ബാക്ടീരിയ ഉണ്ട്. ലിവർ, നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ചെറുകുടലിലുള്ള അതിനൊക്കെ നശിപ്പിക്കും. പിന്നെ ബാക്ടീരിയ എന്തിന്? ആന്റിബയോട്ടിക്കിനെതിരെ റെസിസ്റ്റൻസ്, പ്രതിരോധ ശേഷി ഉണ്ടാക്കും. ഈ ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധ ശേഷി ഉണ്ടാക്കും. പിന്നെന്താ? കുടലിലെ ഗുണകരമായ ബാക്ടീരിയ നശിപ്പിക്കും. അങ്ങനെ ഇതിലൊരു 4 പഠിച്ചു പോവാം. അപ്പോൾ ആന്റിബയോട്ടിക്കിനെ കുറിച്ച് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എൻ്റെ മക്കൾ എന്താവണം? അത് പഠിച്ചു പോയിരിക്കണം.